എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെറ്റ് ഷോപ്പിലേക്കാണ്. അതായത് ഞങ്ങളുടെ വീടിന് ഏകദേശം ഒരു 5 മൈൽ ദൂരെയുള്ള ഒരു പെറ്റ് ഷോപ്പാണിത്. ഇവിടെ നമുക്ക് പെറ്റ്സിന് വേണ്ടിയ എല്ലാ ടോയ്സും അതിന് പറ്റിയ കൂടുകളും അതിന് പറ്റിയ ഫുഡും എല്ലാം ഈ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ബേർഡ്സിൻ്റെ ഒരു നല്ലൊരു കളക്ഷനും കൂടി ഇവിടെയുണ്ട്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അതിൻ്റെ കൂടുകളാണ്, റാബിറ്റ്സിൻ്റെ കൂടാണ്. പിന്നെ അതിന് പറ്റിയ ഫുഡ്സും എല്ലാം ഈ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ നേരെ കാണുന്നത് നിങ്ങളത് ഗിരിപ്പന്നിയാണ്. ഞാനവിടെ ചെന്നപ്പോൾ ഒറ്റ ഒരെണ്ണമുള്ളൂ, ബാക്കിയെല്ലാം സെയിലായി പോയി. ഞാനവിടെ ചോദിച്ചപ്പോൾ ബാക്കിയെല്ലാം സെയിലായി പോയെന്നാണ് അവർ പറഞ്ഞിരുന്നത്. വെള്ളയും ബ്ലാക്കും ഉള്ള ഒരു ഗിരിപ്പന്നിയാണ്, 2 എണ്ണമുണ്ട് അവിടെ. ഞാൻ അവിടെ ചെന്നത് ഒരു ഉച്ച കഴിഞ്ഞായിട്ടാണ്. വലിയ തിരക്കുകളില്ല, കോവിഡൊക്കെ ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് കുറവാണ്. പിന്നെ റെസ്ട്രിക്ഷനുണ്ട്, ആൾക്കാർ കുറവാണ്. എന്നാൽ തന്നെ അവർ ഷോപ്പൊക്കെ വളരെ ക്ലീനായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ എല്ലാ തരത്തിലുള്ള ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. പലതരത്തിലുള്ള പ്രോട്ടീൻ സ്കെയിലുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം കാണുന്നത് ഈ പാരറ്റിൻ്റെ കേജസ് ആണ്. ചെറിയ കേജ് തൊട്ട് വലിയ കേജ് വരെ ഇവിടെ അവൈലബിൾ ആണ്. ഈ തടിയുടെ കാണുന്നത് റാബിറ്റിൻ്റെ കൂടുതലാണ്. ഇവിടെ 5000 തൊട്ട് 10000 രൂപ ആ റേഞ്ച്. നല്ല ക്വാളിറ്റിയുള്ള മെഷുള്ള കേജൊക്കെയാണ് കൂടുതലുള്ളത്. നമ്മളിനി അടുത്തത് പോകുന്നത് ബേർഡ്സിൻ്റെ റൂമിലേക്കാണ് പോകുന്നത്. ഇവിടെ പലതരത്തിലുള്ള ബേർഡ്സ് ഉണ്ട്. ഇവരും കൂടുതലും മറ്റേ കനറീസ്, ആ ഒരു തരത്തിൽ പെട്ടുന്ന ചെറിയ ചെറിയ ഫിഞ്ചസ് അതുപോലെയുള്ള ബേർഡ്സാണ് കൂടുതലും ഉള്ളത്. ഞാൻ ചെന്നപ്പോൾ നല്ല വെട്ടമായിരുന്നു, അതുകൊണ്ടാണ് കറക്റ്റ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോയും കൂടെ അതിനോട് വെച്ചിരിക്കുന്നത്. ഇത് മറ്റേ ഗോൾഡ് മൊസൈക്ക് കനറീസ് ആണ്. 85 രൂപയാണ് പെയർ. 2 എണ്ണത്തിന് 85 രൂപയാണ്. 8500 രൂപയോളം ഇതിന് വില വരും. ഇതെല്ലാം പെയറാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓരോന്നും ഓരോ കേജിലായിട്ടേക്കുന്നത്. അതെല്ലാം പേഴ്സാണ്, അഡൽട്ട് പേഴ്സ് ആണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അടുത്ത കേജിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്പാനിഷ് റെസേഴ്സ് ആണ്. ഇതും ഇതുപോലെ തന്നെയാണ്, 80 തോട്ടാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇത് ഫുൾ യെല്ലോ ആണ് ഇതിനെ കാണാൻ. അതിനിപ്പുറത്ത് വരുന്നത് ആഫ്രിക്കൻ സിൽവർ ബസ്. ഇത് 40 പൗണ്ടാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ മിക്സാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത്. അതായത് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. നമ്മുടെ കറക്റ്റ് ആ ഫിഞ്ചസ് ആ ഒരു ഷേപ്പാണ് ഇതിൻ്റെ എല്ലാ ബേർഡ്സിനും ഉള്ളത്. അടുത്ത കേജിലെ ബേർഡ്സാണ് കത്രോൾസ് ആണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ നെക്കിലൊക്കെ ഒരു റെഡിഷ് സ്ട്രൈപ്സ് പോലെയാണ് ഇത് കളർ. അടുത്തത് ഗ്രാസ് ഫിഞ്ചസ് ആണ്. ഇതിന് 65 പൗണ്ടാണ് ഇതിൻ്റെ വില വരുന്നത്. 6500 രൂപയാണ് ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഗോൾഡിയൻ ഫിഞ്ചസ് ആണ്. ഞാൻ ചെന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഞ്ചസ് ആയിരുന്നു ഇത്. കാണാൻ നമ്മുടെ കഴുത്തിൽ പല പല കളേഴ്സാണ് ഈ ഓരോ ഫിഞ്ചസിനുള്ളത്. നല്ലൊരു ഫിഞ്ചസ് ആണ്. ഇതിന് 100 പൗണ്ടാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് നമ്മൾ കാണുന്നത് റെഡ് മൊസൈക്ക് കനറീസ് ആണ്. ഒരു 95 പൗണ്ടാണ് ഇതിൻ്റെ വില വരുന്നത്. നമ്മൾ ആദ്യം കണ്ട പോലെ ഗോൾഡ് മൊസൈക്കിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. അടുത്തത് നമ്മൾ കാണുന്നത് യെല്ലോ കനറീസ് ആണ്. ഇതിൻ്റെ ഫുൾ യെല്ലോ ആണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം നമ്മുടെ ഈ കേജി കിടക്കുന്ന അഡൽട്ട് പേഴ്സ് ആണ്. ഇത് നമ്മുടെ ബ്രീഡിംഗ് പേഴ്സ് ആണ് ഇത് കിടക്കുന്നത്. 80 പൗണ്ടാണ് അതിൻ്റെ വില. ഇത് ജർമ്മൻ ക്രിസ്റ്റഡ് കനറീസ് ആണ്. ഇതിൻ്റെ വില വരുന്നത് 8500 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് മറ്റേ യെല്ലോയിൽ ബ്ലാക്ക് ഷെയ്ഡ്സ് ആണ് കൂടുതലും ഉള്ളത്. പിന്നെ വൈറ്റ് വരുന്നുണ്ട്, ഫുൾ വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് കൂടുതൽ വരുന്നുണ്ട്. ഇത് മിക്സ് ആണ് ഇതിൻ്റെ കളർ വരുന്നത്. ഇതതിൻ്റെ ബേബീസാണ്. ഇതിൻ്റെ വൈറ്റ് വരുന്നുണ്ട്, യെല്ലോ കുറച്ച് വന്നിട്ട് യെല്ലോ ബ്ലാക്ക് കൂടുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് കളർ കൂടിയിട്ട് യെല്ലോ കുറവുണ്ട്. അങ്ങനെ പല മിക്സാണ് ഈ ബേർഡിൻ്റെ. കാണുന്നത് സ്പാനിഷ് റെസേഴ്സ് ആണ്. ഇതിൽ യെല്ലോ 35 പൗണ്ടും വൈറ്റ് 40 പൗണ്ടാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് മിക്സായിട്ട് കിടക്കുവാണ്. ഇത് പെയേഴ്സ് അല്ല, ഇത് മിക്സാണ്. അടുത്താണ് ഔൾ ഫിഞ്ചസ് ആണ്. നമ്മുടെ മൂങ്ങയുടെ ഫേസ് ആണ്. ഈ ഫിഞ്ചസിനെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഞാൻ ഇന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് നിൽക്കുന്നില്ല. ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര സ്പീഡിലാണ് പറക്കുന്നത്. നമുക്കിത് കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് പറക്കുന്നത്. പിന്നെ അടുത്ത സീബ്രാസ് ആണ്, വൈറ്റ് സീബ്രാസ് ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ഒരു ടൈപ്പ് ബേർഡാണ്. ഇത് വൈറ്റ് ആണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കാത്തറിക്കീസ് ആണ്. ഇത് നമ്മുടെ പാരറ്റ് ഒരു വംശത്തിൽപ്പെടുന്ന ഇതാണ്, ബേർഡാണ്.
ഇതിൻ്റെ വില വരുന്നത് 140 പൗണ്ടാണ് ഇതിന് വില വരുന്നത്. നമ്മുടെ നാട്ടിലെ കൊക്കറ്റയിൽ ആ ഒരു ഭംഗി അതുപോലെ ഇരിക്കും, അതിൻ്റെ ഇരിപ്പും കാര്യങ്ങളും. തല തൊപ്പിയില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇത് അതിന് തന്നെ വേറൊരു കളറാണ്, നല്ല യെല്ലോയിൽ റെഡ് ക്യാപ്പ് വരുന്നതും പിന്നെ കൂടാതെ തന്നെ അതിൻ്റെ ബ്ലൂ കളറും വരുന്നുണ്ട്. അതിന് 140 പൗണ്ടാണ് റെഡ് യെല്ലോയ്ക്ക് വരുന്നത്. ബ്ലൂവിന് വരുന്നത് 100 പൗണ്ട്. ഇതാണ് നമ്മുടെ റോസല്ലാസ് ആണ്. ഇത് 195 പൗണ്ടാണ് ഇതിന് വില വരുന്നത്. ഒരെണ്ണത്തിന് ഏകദേശം 19,500 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് കിടക്കുന്നത് അഡൽ പേയേഴ്സ് ആണ് കിടക്കുന്നത്. ഇത് നമുക്ക് പല കളേഴ്സ്, ഏകദേശം 6 വെറൈറ്റി കളേഴ്സ് ഉണ്ടെന്നാണ് ഇത് പറയുന്നത്. ഇത് ഓസ്ട്രേലിയൻ പാരറ്റ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതതിന് വേറൊരു കളറാണ്. 195 പൗണ്ടാണ് അതിൻ്റെ വില വരുന്നത്. ഇത് ബേബിയാണ്. ഇത് ഏകദേശം 1.5 മാസം ആ ഒരു പ്രായമായതേ ഉള്ളെന്നാണ് അവർ പറഞ്ഞത്. ഇത് വേറൊരു കളറാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൊക്കറ്റയിലാണ്. ഇപ്പം നോട്ട് ഫോർ സെയിൽ എന്നാണ് ഇട്ടേക്കുന്നത്. ഇത് വന്നിട്ട് ഇപ്പം ഒരു 2 ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ ഇവർ വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവർ സെയിൽ ചെയ്തുള്ളൂ. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ കൊക്കറ്റെയിൽസാണിത്. പിന്നെ നമ്മുടെ നാട്ടിലെ ലവ് ബേർഡ്സ്, പലതരത്തിലുള്ള ലവ് ബേർഡ്സ് ഉണ്ട്. ഇവിടുത്തെ വെച്ചാൽ ഇവിടുത്തെ ബഗ്ഗീസ് എന്നാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഒരു ചില അത്യാവശ്യം സൈസുണ്ട് ഈ ഒരു ലവ് ബേർഡ്സിന്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോസല്ലാസിൻ്റെ പല കളേഴ്സാണ്. ഇത് 350, മറ്റേതിനെ അപേക്ഷിച്ച് ഇച്ചിരി വിലക്കുറവാണ് ഇതിന്. മറ്റേ ആദ്യം കണ്ടതിനൊക്കെയാണ് ഇച്ചിരി വില കൂടുതൽ വരുന്നത്, അതായത് 195 പൗണ്ട്. ഇത് ഇച്ചിരിയുടെ വില കുറഞ്ഞ അഡൽ പേയേഴ്സാണിത്. നമ്മുടെ പല കളേഴ്സുണ്ട് ഇതിൽ. റെഡ് ഉണ്ട്, ബ്ലൂവിൽ ആഷ് കളറുണ്ട്, ഓറഞ്ചിൽ ബ്ലാക്ക് കളർ. നല്ല രസമാണ്, ഇത് കാണാൻ നല്ല ഭംഗിയാണ്, അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. ഇത് നമ്മുടെ അടുത്ത് ഇണങ്ങുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന പല വേർഡ്സുകളും ഇവർ റീകളക്ട് ചെയ്ത് നമ്മളോട് പറയും, ആ ഒരു ഇതാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.